ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് 2 ദിവസം മുമ്പ് ഒരു മെത്രാൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. അതായത് ഗോവ മാംഗ്ലൂരിൻ്റെ അധിപൻ. ആ മെത്രാൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നേരത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിടിച്ച് ഓരോന്നെഴുതിയൊക്കെ ചെയ്തിട്ടുള്ളതായെങ്കിലും ഓർമ്മയില്ല. അദ്ദേഹം വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ്. വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതിനെക്കുറിച്ചാണ്. യേശു പറഞ്ഞത്, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അവൻ അപേക്ഷിച്ചു. യേശു മനസ്സറിഞ്ഞ് കഴിഞ്ഞു കെട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി, അവൻ ശുദ്ധനായി തീർന്നു. യേശു അവനെ കർശനമായി താക്കീത് നൽകി, നോക്കൂ, ആരോടും പറയരുത്. എന്നാൽ നീ ചെന്ന പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക. അവിടെ ഫുൾ സ്റ്റോപ്പ് പോലുമില്ല. ഈ മെത്രാൻ അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്നുള്ളത് പറഞ്ഞില്ല. എന്താണ് അവർക്ക് സാക്ഷ്യത്തിനുള്ളത്? അതാണ് ഇവിടുത്തെ വലിയ. ഈ ആദ്യത്തെ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാർ അത്യുന്നതയിലാണ്, അവർ ഉയർച്ചയിലാണ്. അതേസമയം അതിൻ്റെ മീനിങ് മാറുന്ന അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക. എന്താണ് സാക്ഷ്യത്തിന്? അവർക്ക് സാക്ഷ്യം അതാണ് അവിടെ. അത് യേശുവിൻ്റെ ക്രൂശുമരണത്തിനെ സംബന്ധിച്ച് അതിനോട് അടുത്തിട ഉള്ളൊരു കാര്യം, അടുത്തിട വഴിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് എടുത്തില്ല. അത് എടുത്തു പറഞ്ഞാൽ പുരോഹിത വർഗത്തിന് പാരയാകും, അദ്ദേഹത്തിനും പാരയാകും. അതുകൊണ്ട് അത് പറഞ്ഞില്ല. വിശ്വാസികൾ പുരോഹിത വർഗത്തെ വിട്ടു പോവും, അതുകൊണ്ട് പറഞ്ഞില്ല. വേണ്ട, അവർക്ക് സാക്ഷ്യത്തിനായുള്ള അവർക്ക് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പോട്ടെ അവിടുന്ന്. എന്നാൽ ഈ പുരോഹിതൻ എന്നിട്ട് പറയുന്നു, പുരോഹിതന്മാരുടെ വാല്യ കൂട്ടാനായിട്ട് പള്ളി പട്ടക്കാരും കൂദാശ കർമ്മങ്ങളും ഇല്ല, വേണ്ടെന്ന് പറയുന്ന അന്തിക്രിസ്തുവിൻ്റെ അനുയായിയാണ്. അന്തിക്രിസ്തു ആരായി? ഏറ്റവും വലിയ സാത്താൻ അന്തിക്രിസ്തു. അതായത് അന്ത്യകാലത്ത് യേശുവിൻ്റെ അഗൈൻസ്റ്റായിട്ട് ഭരണം നടത്താനായിട്ട് വരുന്നവനാണ് അന്തിക്രിസ്തു. അന്തിക്രിസ്തു അല്ലാതെ മാമോദിസായോ അല്ലെങ്കിൽ കൂദാശ കർമ്മങ്ങളോ അർപ്പിക്കാനല്ല വരുന്നത്. അല്ലെങ്കിൽ അർപ്പിക്കാത്ത അന്തിക്രിസ്തുവിൻ്റെ അനുയായിയുമല്ല. അന്തിക്രിസ്തുവിൻ്റെ അനുയായികൾ നിങ്ങൾ പുരോഹിതവർഗമായിരിക്കുമെന്ന് ഞാൻ ഇന്ന് അച്ചട്ടായിട്ട് പറയുന്നു. അതായത് അന്തിക്രിസ്തു വരുമ്പോൾ അന്തിക്രിസ്തുവിനെ ആരും അറിയത്തില്ല. അന്തിക്രിസ്തു നിങ്ങളെ അറിയും. സഭാതലവന്മാരെ, നിങ്ങളെ അവൻ കയ്യിലെടുക്കും. നിങ്ങൾക്ക് വേണ്ടിയത് പണമാണ്. ആ പണം നിങ്ങൾക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ തന്നിട്ട് നിങ്ങളെ കയ്യിലെടുക്കും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വാസികൾ കേൾക്കും. നിങ്ങൾ വിശ്വാസികളെ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ട് അവനെ ആരാധിക്കാനായിട്ട് നിങ്ങൾ വിശ്വാസികളെ പ്രേരണ ചെലുത്തും. അങ്ങനെ നിങ്ങളാണ് അന്തിക്രിസ്തുവിൻ്റെ ആളായിട്ട് വരുന്നത്. അല്ല വിശ്വാസികൾ. നിങ്ങൾ വിശ്വാസികളെ കൊണ്ട് വലിച്ചുകൊണ്ട് പോയി അവിടേക്കും. അത് വിശ്വാസികൾ കേൾക്കുകയും ചെയ്യും. കാരണം ദൈവത്തിൻ്റെ കൂടെ നടന്ന് അപ്പവും ഭക്ഷിച്ച് അവൻ കാണിച്ച അത്ഭുതങ്ങളെല്ലാം എല്ലാം കണ്ട് നടന്നവർ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പറഞ്ഞപ്പോൾ വിശ്വാസികൾ അവർ പറഞ്ഞത് കേട്ടു. യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിളിച്ചു. അത് തന്നെ ഇന്നത്തെ ക്രിസ്ത്യാനിയും അന്തിക്രിസ്തു വരുമ്പോൾ അവൻ ഈ ബത്താമാർ പറയുന്ന പോലെ അന്തിക്രിസ്തുവിനെ ആരാധിക്കും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പല പള്ളികളിലും കൊടിമരത്തിന് മുമ്പിൽ കുമ്പിട്ട് നിന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്തിനെ കുറിച്ചുകൊണ്ട് അഗ്നിജ്വാല ശുശ്രൂഷ, അവിടെയും വലിയ കുരിശുമൊക്കെ പിടിച്ച് ആശീർവദിച്ച്
ഇതൊക്കെ എന്തോ ഡ്രാമയാണ്. ഇതൊക്കെ ഈ അന്തിക്രിസ്തു വരുന്നതിനുള്ള മുന്നോടിയാണ്. ഇങ്ങനെ ഓരോ വിധത്തിൽ ഓരോ സ്റ്റെപ്പായിട്ട് വിശ്വാസികളെ അന്തിക്രിസ്തുവിന് അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സ്റ്റെപ്പാണിത്. അല്ല, നിങ്ങൾ വിശ്വസിച്ചു, അധികം താമസിയാതെ നിങ്ങളൊക്കെ മനസ്സിലാകും. ഞാൻ ചോദിച്ചോട്ടെ, ഈ കൂതാകശ കർമ്മത്തിൽ മാമോദിസ എന്നൊരു കാര്യമുണ്ടല്ലോ. ഈ മാമോദിസ എല്ലാവരും മുങ്ങണമെന്ന് യേശു കൽപ്പിച്ചോ? വേണ്ട. യേശു സ്നാനം മുങ്ങിയതുകൊണ്ട് നമ്മൾ മുങ്ങുന്നു. എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ച് 3 മാസം 4 മാസമായി മാതാപിതാക്കന്മാർ മാമോദിസ മുക്കിയില്ല. അവൻ പെട്ടെന്നങ്ങ് മരിക്കുന്നു. നിങ്ങൾ അവനെ നിങ്ങളുടെ പള്ളിയുടെ ശവക്കോട്ടയിലെ കല്ലറയിലടക്കുമോ? ഇല്ല. അവൻ്റെ മാതാപിതാക്കന്മാർ അവരുടെ പുരയിടത്തിൽ എവിടെങ്കിലും കുഴിച്ചിടും. കഴിഞ്ഞില്ലയോ? എന്നാൽ എനിക്കൊരു ചോദ്യം. ദൈവത്തിൻ്റെ 2ാമത്തെ വരവെങ്കിൽ മറ്റുള്ളവരെല്ലാം അവരുടെ ആത്മാക്കളും ശരീരം കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വരും. വെള്ളത്തിലുള്ളവരും തീയിലുള്ളവരും മണ്ണിലുള്ളവരും എല്ലാം. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആത്മാവും ശരീരം കൊണ്ട് അവിടെ വരും. അപ്പോൾ അവന് നരകമോ സ്വർഗമോ കിട്ടുക? പുരോഹിതവർഗമേ, നിങ്ങളൊന്ന് പറയാമോ? ബത്ലഹേമാരെ, നിങ്ങൾക്കൊന്ന് പറയാമോ? ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അഗ്നിയോ സ്വർഗമോ? പറ. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് അവരുടെ സാക്ഷ്യത്തിനായി എന്നുള്ളതിൻ്റെ അർത്ഥവും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഞാൻ കൂടുതൽ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ബാക്കി പിന്നെ പറഞ്ഞു തരാം.